ഹരേ കൃഷ്ണ. വന്ദേ മദനഗോപാലം. രാസലീലാസമുദ്യതം യമുനാപുളിനാവാസം ഗോപീജനസമാവൃതം കമനീയകിശോരമുഗ്ധമൂർത്തേഃ കളവേണുക്കൊണിതാദൃതാനനേन्दോः മമ വാചി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണി കാപി 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 മദ ശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിന്റെ മൂലം രാസം. ആ രാസലീലയുടെ അല്ലെങ്കിൽ രാസത്തിന്റെ മൂർത്തിമൽ ഭാവമായിട്ടുള്ള 33-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭഗവാന്റെ ഗോപികമാരോട് ഒത്തുകൂടിയിട്ടുള്ള ഈ രാസം കാണുവാൻ വേണ്ടിയിട്ട് വാസുദേവ നാരദാദി ഋഷീശ്വരന്മാരും ദേവന്മാരും ഒക്കെ വാദ്യവൃന്ദങ്ങളോടുകൂടി ആകാശത്ത് നിരന്ന പുഷ്പവൃഷ്ടികളോടുകൂടി ആസ്വദിക്കുന്നതായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ഈ രാസം കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് അവിടെ വന്നു. അങ്ങനെയുള്ള ആ രാസലീലയിലെ ഓരോരോ രീതിയിൽ ഭഗവാൻ ഇങ്ങനെ പ്രകൃതിയെ ജയിച്ചു കാണിക്കുകയാണ്. അവിടെ ഇന്ദ്രനെ ജയിച്ചു, ഇന്ദ്രന്റെ അഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രനെ ജയിച്ചു. പിന്നെയോ വരുണനെ ജയിച്ചു അല്ലെ. വരുണൻ എന്താണ് ശരിക്ക് രസനത്തിന്റെ ദേവനാണ് വരുണൻ. ആ രസനത്തെ ജയിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ ജയിച്ച് 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 വരുന്നതായിട്ടുള്ള ആ രംഗം ഇപ്പൊ ഇവിടെ പറയുന്നു അല്ലെ. ഇന്നലെ നമ്മൾ പറഞ്ഞു രാസലീലയില് ഗോപികമാരൊക്കെ ആകെ അവരൊക്കെ വിവശകളായി എന്ന് പറയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ണൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവര് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ? അല്ല. അവരെന്താണ് ഇപ്പോ അവരാനന്ദാമൃതത്തിൽ അങ്ങോട്ട് ലയിച്ച് അവർക്ക് ഇനി ഒന്നും വയ്യ. അങ്ങനെ ഒരു അവസ്ഥ എത്തി എന്ന് പറയാണ്. ആ ഒരു രീതിയിൽ അവരുടെ ഉടുത്തതായിട്ടുള്ള ഉടുതുണികൾ പോലും ഊർന്നു പോകുന്നത് അവരറിയുന്നില്ല. കൈവളകൾ ഊർന്നു പോകുന്നു. ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ആ കണ്ണൻ, ആ ശ്രീഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വല്ലഭനായിട്ടുള്ള ആ അച്യുതനെ അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണ സ്വരൂപം സ്വീകരിച്ചതായിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ കാമുകനായിട്ട് ലഭിച്ചത് കൊണ്ട് ആ ഗോപികമാര് അദ്ദേഹത്തിന്റെ ആ കരങ്ങള് തഴുകപ്പെട്ടതായിട്ടുള്ള ആ കരങ്ങൾ തഴുകപ്പെട്ടതായിട്ടുള്ള കണ്ഠങ്ങളോട് കൂടിയവരായിക്കൊണ്ട് അദ്ദേഹത്തെ പറ്റി അവിടുന്ന് ഗംഭീരമായിട്ട് പല വിധത്തിൽ അവർ പാടി ഗായന്ത്യസ്തം വിജഹ്രിരേ. അവര് വിചാരിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ ആരാ പാടുന്നത്? ആരാ നൃത്തം ചെയ്യുന്നത്? കണ്ണൻ അല്ലെ.
അപ്പൊ ഗോപികമാര് പറയാണ്, ഈ കണ്ണൻ തൻ്റെ കണ്ഠത്തില് ഒന്ന് ഭഗവാൻ ഒന്ന് തൃക്കരങ്ങളെ കൊണ്ട് ഒന്ന് തലോടിയപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്ത പാട്ടുകളൊക്കെ വരുന്നു ഗോപികമാർക്ക്. അവര് ഉച്ചൈസ്തരത്തിൽ അവിടുന്ന് പാടാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ ഗോപികമാര് അവരുടെ കൂടെ കണ്ണൻ പല വിധത്തിലുള്ള രീതിയില് ആനന്ദാതിരേകത്തില് വിവശകളായിട്ടുള്ള ഗോപികമാര്. എന്തായാലും അവിടെ ആ കരപല്ലവങ്ങള്, കണ്ണന്റെ കരപല്ലവങ്ങളെ കൊണ്ട് ഓരോരുത്തരുടെയും മുഖം തുടച്ചു എന്ന് പറയാണ്. നമുക്കറിയാം അല്ലെ, ഒരേ ഒരു കണ്ണൻ. ഈ കണ്ണൻ എല്ലാവരുടെയും മുഖം തുടയ്ക്കണമെങ്കിൽ എത്ര നേരം എടുക്കും? അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ശരിക്ക് അവരവരുടെ ഉള്ളിലുള്ള ആ ഉണ്ണിക്കണ്ണൻ തന്നെ അവരുടെ ആ മുഖത്തുള്ള വിയർപ്പ് തുള്ളികളെയൊക്കെ മാറ്റി തന്നു എന്ന് അവർക്ക് അത് അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയുകയാണ്. ഓരോ ഗോപിക്കും അവരവരുടെ ദുഃഖങ്ങളാകുന്ന ആ വിയർപ്പ് തുള്ളികൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിനെയൊക്കെ മാറ്റി ആ മുഖം തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? എന്താണ് മുഖം തുടയ്ക്കുക എന്ന് പറഞ്ഞാല്? മുഖം തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവത്തെ മാറ്റി എന്നാണ് അല്ലേ? മുഖം അല്ലേ ഭാവത്തിന് കാരണമായിട്ടുള്ള നമ്മളുടെ ഉപകരണം. ആ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അവന്റെ ഭാവം എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പം ഗോപികളുടെയൊക്കെ മുഖം തുടച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവരുടെയൊക്കെ ഭാവത്തെ കണ്ണൻ അല്ലെ ആ കരപല്ലവങ്ങളെ കൊണ്ട് തുടച്ചു എന്ന് പറയണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാമൃജൽ 21-ാമത്തെ ശ്ലോകത്തില് പ്രാമൃജൽ കരുണ പ്രേംണാ ചന്ദമേന അംഗപാണിനാം. പ്രേമത്തോടുകൂടി ആ ഭഗവാൻ തന്റെ കരപല്ലവങ്ങളെ കൊണ്ട് അവരുടെയൊക്കെ ആ മുഖം തുടച്ചു എന്ന് പറയാണ്. ഇനി 22-ാമത്തെ ശ്ലോകം. ഗോപ്യസ്ഫുരൽ പുരട കുണ്ടല കുന്തളത്വേഡ്ഗണ്ഡ ശ്രിയാ സുധിതഹാസ നിരീക്ഷണേന മാനം ദധത്യ ഋഷഭസ്യ ജഗുഃ കൃതാനി പുണ്യാനി തൽക്കരരുഹസ്പരിശ പ്രമോദ. അവിടെ നമ്മൾ രാവിലെ പറഞ്ഞു അല്ലെ, നഖമണി ചന്ദ്രികകളുടെ ഇത് അങ്ങനെയുള്ള ധവളപ്രകാശം അല്ലെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഭഗവാന്റെ എന്ത് രസാ ഭഗവാന്റെ നഖങ്ങൾ കാണാൻ. ഇവര് ഗോപികമാര് ഒത്തിരി കാലായി ഇതൊന്ന് തൊടണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ ഗോപ്യസ്ഫുരൽ പുരട കുണ്ടല കുന്തള ശ്രിയ സുധിതഹാസ നിരീക്ഷണേന. അപ്പം ആ ഭഗവാന്റെ ആ നഖങ്ങളുടെ സ്പർശം അവരെ ആനന്ദ തുന്തിലകളാക്കി എന്ന് പറയാണ് അല്ലെ. എങ്ങനെയാ നഖം ആ കണ്ണന്റെ നഖം ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് സ്പർശിക്കാൻ വേണ്ടി മോഹിച്ചിരുന്നവരാ. ആ നഖത്തോടു കൂടിയിട്ടുള്ള ആ കരങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ മുഖം തുടച്ചു തന്നത്. അതങ്ങോട്ട് ആ ഭഗവാൻ അങ്ങോട്ട് തന്റെ ഭാവത്തെ അങ്ങ് മാറ്റിയപ്പോ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അല്ലേ. നോക്കിയപ്പോഴത്തേക്കും ആ ഭഗവാന്റെ കരസ്പർശങ്ങളെ കൊണ്ട് മുഖമൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് ഇവര് കണ്ണു തുറന്നൊന്ന് നോക്കിയപ്പോഴാണ് അടുത്ത് കണ്ണന്റെ മുഖം അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ ഗോപ്യസ്ഫുരൽ പുരട കുണ്ടല കുന്തളത്ത് ആ കനക കുണ്ടലങ്ങള് സ്വർണം മിന്നുന്നതായിട്ടുള്ള ഇനി സ്വർണ്ണാണോ അറിയില്ല അല്ലെ. അവിടെ കർണികാര പൂക്കളൊക്കെ ഇവർക്ക് സ്വർണ്ണമായിട്ടാ തോന്നുക. എപ്പോഴാ ഇതെല്ലാം സ്വർണ്ണമായിട്ട് ഇവർക്ക് തോന്നുന്നത്? കണ്ണനോട് ചേർത്ത് വെച്ചാൽ ഇനിയിപ്പം കരിയില ആണെങ്കിൽ പോലും അത് സ്വർണ്ണമായിട്ടേ അവിടക്ക് അവരുടെ ഉള്ളിൽ അത് അനുഭവപ്പെടുകയുള്ളൂ. അങ്ങനെ കനക കുണ്ടലങ്ങളാലും പിന്നെയോ കുന്തളത്തിട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുനിരകള് അല്ലെ. ആ മുടികൾ കൊണ്ട് അളകങ്ങള് പുറത്തേക്ക് കിടക്കുന്നതായിട്ടുള്ള കുറുനിരകളാലും പിന്നെയോ ഗണ്ഡശ്രിയാ സുധിതഹാസ നിരീക്ഷണേന. പിന്നെ പറയാണ് ആ കമനീയത ഏറിയതായിട്ടുള്ള ആ ഭഗവാന്റെ ആ കപോലം അല്ലെ, ആ കവിൾത്തടങ്ങളുടെ കാന്തി, അതിന്റെ ശോഭ, പിന്നെയോ അമൃതം ഊറി വരുന്നതായിട്ടുള്ള അല്ലെ ഭഗവാന്റെ ആ മന്ദഹാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഭഗവാന്റെ ആ മന്ദഹാസത്തിലൂടെ എങ്ങനെയാണ്, അതിലൂടെയാണ് ഈ അനുഗ്രഹമാമൃതം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിറയുകയാണ്, മനസ്സിൽ ഇങ്ങനെ നിറയും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം.
അങ്ങനെ അമൃത ഊറുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ മന്ദഹാസാഞ്ചിതമായിട്ടുള്ള, പിന്നെയോ മാനം ദധ അല്ല സുധിതഹാസ നിരീക്ഷണേന. ഇനി അത് തന്നെയാണോ? ഒരു നോട്ടം കൂടിയുണ്ട് ഭഗവാന്. ചിരി മാത്രല്ല കേട്ടോ, ചിരിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് വല്ലാണ്ട് നിറഞ്ഞു. അതിന്റെ കൂടെ ഒരു തുറപ്പിച്ചൊരു നോട്ടമുണ്ട് ഭഗവാൻ. ആ നോട്ടം കടാക്ഷ വീക്ഷണം അല്ലെ, ആ കടാക്ഷ വിക്ഷേപത്താൽ കൊണ്ടും പരമപുരുഷോത്തമനായിട്ടുള്ള ആ ഭഗവാനെ അവരെന്ത് ചെയ്തു? മാനം ദധത്യ, അവരൊക്കെ മാനിച്ചു എന്ന് പറയാണ്. കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനവും എല്ലാം അല്ലേ. ഇത്രേ ആദ്യം അങ്ങനെ അല്ലായിരുന്നു അല്ലേ. വന്നപ്പോ എങ്ങനെയായിരുന്നു? കണ്ണൻ ഞങ്ങളുടെ സ്വന്തമായി നൃത്തമാടി കണ്ണാ നടനമാടൂ കൃഷ്ണ. എന്ത് വേണം ചെയ്യിക്കാൻ കണ്ണനെ കൊണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, വിട്ടു. കാരണം പേടിയാ, ഇനി എപ്പോഴാ ഇനിയിപ്പോ പോകുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട രീതിയില് മാനം ദധത്യ ഋഷഭസ്യ ജഗുഹൃതാനി, അവര് ആ പുരുഷോത്തമനായിക്കൊണ്ട്, ഋഷഭനായിക്കൊണ്ട് ആ കൃഷ്ണനെ അവിടുന്ന് മാനിച്ചു. ഇത് ഞങ്ങളുടെ പരമ്പൊരുളായിട്ടുള്ള, ഞങ്ങളെ എന്നും സംരക്ഷിക്കുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ള ആ പുരുഷോത്തമനായിട്ടുള്ള മഹാവിഷ്ണു സ്വരൂപം ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഓരോരോ വേഷങ്ങൾ കെട്ടി വന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് മാനം ദധത്യ ഋഷഭസ്യ ജഗു കൃതാനി. അപ്പം അങ്ങനെയുള്ള ആ ജഗുഹൃതാനി, ജഗു എന്ന് പറഞ്ഞാല് ഗാനം ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പം അങ്ങനെ പുണ്യാനിതൽ കരരുഹ സ്പരിശ പ്രമോദ, അങ്ങനെ അദ്ദേഹത്തിന്റെ പുണ്യങ്ങളായിട്ടുള്ള ചരിത്രങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള കീർത്തനങ്ങൾ അവര് പാടിത്തുടങ്ങി എന്ന് പറയാണ്. അപ്പം എന്താണ് ശരിക്കും അവിടെ ആ കണ്ണന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇപ്പം ഭാവം മാറ്റി, ആ ഭാവം മാറിയതിൻ്റെയാണ് ഇപ്പൊ പ്രശ്നമായത് അല്ലേ. ഭഗവാൻ മുഖം ഒന്ന് തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോപികമാരുടെ ദേഷ്യവും വികാരങ്ങൾക്ക് മാറ്റമായി. എന്താണ്? അതിന്റെ ഗൗരവത്തിലേക്ക് കടന്നു. ഭഗവാനെ കുറിച്ചുള്ള ഗാനങ്ങളൊക്കെ അവര് പാടി തുടങ്ങി. ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു രാസക്രീഡ എന്ന് പറഞ്ഞ 3 ക്രീഡകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്ന് സ്ഥലക്രീഡ, പിന്നെ ഇനി നദിയിലേക്ക് ഇറങ്ങും അല്ലെ, അതിന് ജലക്രീഡ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? നേരെ ആ യമുനയുടെ അടുത്തുള്ള വനങ്ങളിലേക്ക് പോവുകയാണ്, വനക്രീഡ എന്ന് പറയാം. ഇങ്ങനെ 3 രീതിയിലാണ് യഥാർത്ഥത്തില് രാസക്രീഡ നടക്കുന്നത്. ഇപ്പതാ ആ സ്ഥലക്രീഡ എന്നുള്ളതിന്റെ ഒരു വിരാമത്തിലേക്ക് കടന്ന് ഇനി എല്ലാവരും കൂടി ആ കാളിന്തി യമുനയിലേക്ക് ഇറങ്ങുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ എന്താണ് യഥാർത്ഥത്തില് ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം ഇന്ന് അവർക്ക് ഒരു ഭാരമല്ല. ഇന്ന് ശരീരം ഭാരമല്ല എന്ന് പറഞ്ഞാൽ ശരീരബോധം ഇല്ലാണ്ടായി അവർക്ക്. കാരണം എന്താണ്? ഇതൊക്കെ കണ്ണന് വിട്ടുകൊടുത്തോടെ. താഭിർയുത ശ്രമമപോഹിതും അംഗസംഗൃഷ്ടസ്രജ സ കുചകുങ്കുമരഞ്ജിതായാഹ ഗന്ധർവപാലിഭിരനുദ്രുത ആവിശദ്വാശ്രാന്തോ ഗജീഭി ഇഭരാടിവ ഭിന്നസേതുഹു. ഇനി അവിടെ പറയാണ് മതിച്ച ആനകളെ പോലെ ഇവരെന്തോ അല്ലേ. ആനകൾക്ക് മതം വന്നു കഴിഞ്ഞാല് എന്താ ചെയ്യുന്നതെന്ന് അവരറിയുന്നുണ്ടോ? മദാന്ധ അല്ലെ. കാപിലത്തില് ആ ധ്യാനയോഗം പറയുന്നിടത്ത് അവസാനം പറയും, എങ്ങനെയാണോ ഒരു ഭക്തൻ ആ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞാല്, മദ്യം സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഉടുതുണികൾ പോലും അറിയുന്നത് ആ മദ്യപാനി അറിയുന്നില്ല. അവിടെ തന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറിപ്പോകുന്നത് പോലും അറിയാത്തതായിട്ടുള്ള ആ ഒരു ലഹരിയിലേക്ക് ഉയർന്നു വന്നതായിട്ടുള്ള ഭക്തനെ പോലെ ഇവിടെ ഗോപികമാര് അവരിപ്പോ ഒന്നും, അവർക്ക് പ്രപഞ്ചം പോലും കാണാൻ പറ്റുന്നില്ല. അവർ നോക്കുന്നിടത്ത് മുഴുവൻ അവരുടെ ഉള്ളിൽ ശോഭിക്കുന്നതായിട്ടുള്ള കണ്ണൻ മാത്രം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം. അപ്പം അങ്ങനെയുള്ള എല്ലാവരും നൃത്തമാടി കണ്ണനോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് നൃത്തമാടി തളർന്നു അവരെല്ലാവരും. അങ്ങനെ ആ താഭിർയുത ശ്രമം അപോഹിതും അംഗസംഗൃഷ്ടസ്രജ
സകുജകുങ്കുമരഞ്ജിതായ. ഭഗവാന് എന്താണ് ധാരാളം മാലകൾ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. ഇനി അത് തന്നെയല്ല, വൈജയന്തി എന്നുള്ള മാല, വനമാല കിട്ടാനില്ലെങ്കിൽ വൈജയന്തി ആയിട്ട് ഉപയോഗിക്കുമെന്ന് പറയാം. വൈജയന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് കിട്ടുന്നതായിട്ടുള്ള കാട്ടിലെ ഇലകളും അതുപോലെ തന്നെ എന്താ പറയാ, പൂക്കളും ഇലകളും കമ്പുകളും ഇതെല്ലാം കൂടെ ചേർന്ന് ഇതൊക്കെ കണ്ണിന്റെ എന്താ ശരീരത്തിലേക്ക് എത്തിയാൽ അത് വനമാലയായി. അത് വൈജയന്തിയായി. അങ്ങനെയുള്ള വനമാലകളൊക്കെ ഇപ്പൊ എന്തായി? ഇപ്പം ആ ആ ഇതെല്ലാം മാലകളുടെ 5 പൂക്കളും ഒക്കെ 5 തരത്തിലായി മാറിയത്. അതെല്ലാം ഈ ആടി തിമിർത്തു, നൃത്തമൊക്കെ ആടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? വനമാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് അലങ്കോലപ്പെട്ടു എന്ന് പറയാണ്. എന്നിട്ടോ അതിലാകെ എന്താണ്? ഈ വനമാലകളിൽ മുഴുവൻ എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഗോപികമാരുടെ സ്ഥലങ്ങളിലുള്ള കുങ്കുമങ്ങൾ മുഴുവൻ അതിലേക്ക് ഇങ്ങ് പറ്റിയിരിക്കുകയാണ്. അതിൽ മുഴുവൻ ആ സ്ഥലങ്ങളിലെ കുങ്കുമം പുരണ്ട് അത് മുഴുവൻ ഇപ്പൊ ഒരൊറ്റ നിറമായി. അങ്ങനെയല്ല, വനമാല 5 നിറത്തിലുള്ള മാല ഇത് ചേർന്നതാണ് വനമാല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്തായി? ഇപ്പൊ ചുമലമാല എന്ന് വേണം പറയാം. അതുപോലെ ഒറ്റ കളർ മാലയിലേക്കായി. അങ്ങനെയായി ഇപ്പം ഇതിലെ നമ്മൾ വിബ്ജിയോറൊക്കെ പറയാറില്ലേ, കളറെല്ലാം കൂടി അങ്ങോട്ട് ഒരൊറ്റ കറക്കം കറക്കുമ്പോഴത്തേക്ക് ഒറ്റ കളർ എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വനമാല മുഴുവൻ ഒരൊറ്റ കളറായി, ചുമലമാല എന്ന് വേണേൽ പറയാം. അതുപോലെ ചുവപ്പ് നിറമായിരിക്കുന്ന ആ വനമാല, പിന്നെയോ അവരുടെ ആ ശരീരമർദ്ദനങ്ങളെ കൊണ്ട് പരസ്പരം അവിടെ പിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചാൽ പോലും ഈ ഗോപിമാരെ അറിയുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ശരീരം എന്താന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധമില്ല. ഇപ്പം എന്ത് വേണ ചെയ്താലും ഒന്നും അവരെ അറിയുന്നില്ല. ഭഗവാൻ ഇവരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം, അല്ലേ? എന്തായാലും അവിടെ ശരീരമർദ്ദനങ്ങളെ കൊണ്ട് ഒലഞ്ഞു കിടക്കുന്നതായിട്ടുള്ള അവരുടെ ആ ശരീരം പോരെങ്കിലോ. അത് തന്നെയല്ല, ഇതില് അപ്പുറം അവിടെ ഗന്ധർവന്മാര് ആകാശത്ത് വന്ന് നിരന്നിട്ടുള്ളവരൊക്കെ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പാട്ട്! ആ പാട്ടിനനുസരിച്ചാണ് ഇവരുടെ നൃത്തം. അപ്പൊ ശരീരം അല്ലേ, നല്ല നല്ല പാട്ടുകൾ വരുമ്പോ നമുക്കൊക്കെ കുട്ടികളൊക്കെ കൂടി ഗംഭീരമായിട്ട് നൃത്തം ചെയ്യും, അല്ലെ? തിരുവാതിരയ്ക്കൊക്കെ അറിയാം. തിരുവാതിരയ്ക്കൊക്കെ പാതിരാപ്പൂ ചൂടുക എന്നുള്ള ഒരു ചടങ്ങൊക്കെ ഞങ്ങളുടെ ഇവിടെ ഇല്ലത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ കുളത്തിൽ ചെന്നിട്ടുള്ളൊരു തുടിച്ചുകൂളിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ വേദന മുഴുവൻ അറിയുന്നത്. തലേ ദിവസം ഇതൊന്നും അറിയില്ല. അവര് പാട്ടിന്റെ ബഹളത്തിൽ അങ്ങോട്ട് തകർക്കും അങ്ങോട്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഗന്ധർവന്മാര് ഗന്ധർവ പാലിഭിരനുദ്രുത ആവിശദ്വാഹ. അപ്പം ആ ഗന്ധർവന്മാര് പാടുന്നതായിട്ടുള്ള ഗാനം ആലപിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള സമയത്ത് അവിടെ അനുദ്രുത ആവിശദ്വാ ശ്രാന്തോ ഗരീഭിരാടിവഭിന്നസേതു. അപ്പം ഗന്ധർവന്മാര് പാട്ട് പാടുന്ന സമയത്ത് ധാരാളം വണ്ടുകൾ അവിടെ വന്നു എന്നാണ് പറയുന്നത്. ആ മനോഹാരിത. അപ്പം വണ്ട് എന്തിനാണ് വന്നത്? വണ്ട് വന്നത് വനമാലയിലെ ആ തേൻ നുകരുവാൻ വേണ്ടി വന്നതാണ്. അപ്പം ആ ഗന്ധർവ ശ്രേഷ്ഠന്മാരെ പോലെ തന്നെ ഞങ്ങളും ഭഗവാന്റെ പാട്ടുകളൊക്കെ പാടും എന്നുള്ള രീതിയിൽ ഹര 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 ഹരി 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 ഹരിന്ന് ഭഗവാന്റെ ആലപിക്കുന്നതായിട്ടുള്ള വണ്ടുകളൊക്കെ നിറയെ അവിടെ കൂടി. അങ്ങനെ ഇരിക്കെ കൃഷ്ണൻ എന്തായി? അവിടെ ആ കൃഷ്ണൻ തിണ്ടെല്ലാം ഇടിച്ചു കളഞ്ഞു. അവിടെ ആ യമുനയുടെ ആ തിട്ടകളുണ്ട്. ആ തിട്ടകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ പല വിധത്തിലുള്ള തിട്ടകൾ വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? തിട്ടകൾ വെക്കുന്നത് അവിടെ ഒരു തടസ്സത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഭഗവാൻ എന്ത് ചെയ്തു? ആ മര്യാദയൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞു എന്നാണ്. ഇപ്പൊ പല മര്യാദകളുണ്ടെങ്കിൽ ആ മര്യാദയൊക്കെ അങ്ങ് തട്ടി. തിട്ടകളൊക്കെ തട്ടിക്കളഞ്ഞ് നേരെ എന്ത് ചെയ്തു? എങ്ങനെ? ശ്രാന്തോ ഗരീഭിരിഭരാടിവ ഭിന്നസേതു. എങ്ങനെയാ ഇറങ്ങിയത്? പതുക്കെയാണോ ഇറങ്ങിയത്? മതിച്ച് വരുന്നതായിട്ടുള്ള പിടിയാനകൾ എങ്ങനെയാണോ എല്ലാം നശിപ്പിച്ചു കൊണ്ടുപോകുന്നത്, അതേപോലെ ഈ സപ്തമര്യാദകളായിട്ടുള്ള തിട്ടകളെയൊക്കെ തകർത്ത് സേതു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്ന സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താണ്? ജലപ്രവാഹത്തെയൊക്കെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അണക്കെട്ടാണ് ശരിക്കും സേതു. അതിനെയൊക്കെ തകർത്ത് നേരെ യമുനയിലേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി. അവിടെ സോംഭസ്യലം യുവതിഭി പരിഷിച്യമാന പ്രേംണേക്ഷിത പ്രഹസിതീഭിരിതസ്തോംഗ
വൈമാനികൈ കുസുമവർഷഭിരീഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീല. പിടിയാനകള് അല്ലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇല്ലേ? ഇപ്പൊ നമ്മളെ തുടിച്ചുകുളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ല നിയന്ത്രണം ഉണ്ടാവുമോ? ഇല്ല. ആ കൃഷ്ണൻ തന്നിൽ തന്നെ ക്രീഡിക്കുന്നതായിട്ടുള്ള ആത്മാരാമൻ ആണ് യഥാർത്ഥത്തിലെ ഭഗവാൻ അല്ലെ. ഭഗവാൻ ഇപ്പൊ വേറൊരു ഉപാധികൾ വേണോ ക്രീഡിക്കാൻ? വേണ്ട അല്ലെ. യഥാർത്ഥത്തിൽ താൻ തന്നെയല്ലേ ഇവിടെ എല്ലാവരുടെയും ഉള്ളിൽ കിടന്ന് ക്രീഡിക്കുന്നത്. അപ്പം ആത്മാരാമനാണ് എങ്കിൽ പോലും നോക്കൂ, ആ അബലകളായിട്ടുള്ള അല്ലെങ്കിൽ ആ ഗോപികമാരുടെ കൂടെ ഒരു തനി ഒരു എന്താണ് ഒരു കോമാളി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ആനത്തലവന്റെ പ്രൗഢിയോടുകൂടി, അങ്ങനെ വേണേ പറയാം അല്ലെ. ഇപ്പൊ ബാക്കിയുള്ളവർ മുഴുവൻ ഗോപികമാരാ. അപ്പം അവിടെ പറയുന്നതാണ് സോംഭസ്യലം യുവതിഭി പരിശിച്യമാന പ്രേംണേക്ഷിത പ്രഹസിതീഭിരിതസ്തോങ്ക. അദ്ദേഹം സ്വയം അവിടുന്ന് ആത്മാരാമൻ ആണെങ്കിൽ പോലും ഗജേന്ദ്രലീല, ഗജേന്ദ്രലീല എന്ന് പറഞ്ഞാൽ ആനത്തലവൻ എന്നുള്ളതാണ്. ഗജേന്ദ്രൻ അല്ലെ, ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആനത്തലവൻ. അപ്പം ആനത്തലവനെ പോലെ പ്രൗഢിയോടുകൂടി ആ ഗോപികമാരോടുകൂടി നേരെ യമുന നദിയിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്നു. അവിടെ എന്നിട്ടോ അവരോടൊപ്പം സ്വൈരമാം വണ്ണം അവര് ഗംഭീരമായിട്ട് അവിടെ എങ്ങനെയാണോ ആ കരയിൽ നൃത്തം അവിടെ ചെയ്തത് അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ജലക്രീഡ യമുനയിൽ കിടന്ന് ക്രീഡിച്ചു എന്ന് പറയാണ്. അങ്ങനെ അവര് ആ കൃഷ്ണനെ വൈമാനികൈ കുസുമവർഷിഭിരീഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീൽ. ഇനി പ്രേംണേക്ഷിത പ്രഹസതീഭിർ അങ്ങനെയുണ്ട് തതോങ്ക. അവര് ആ കണ്ണനെ പ്രേമത്തോട് കൂടിയിട്ട് പ്രേമത്തോട് കൂടിയിട്ട് എങ്ങനെ പ്രഹസിതി എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഹസിതമാണ്. ഇന്ന് ഇവരങ്ങനെയല്ല. ഇവരിങ്ങനെയാണ് അട്ടഹസിച്ചു എന്നാണ്. പ്രഹസിതി അത് ഇപ്പൊ എന്തായി? ഇപ്പം പൂർണ്ണമായിട്ട് ഇവരെല്ലാം കണ്ണനോട് ചേർന്നു അവിടെ. അപ്പം പ്രഹസതീഭീരിതസ്തോങ്ക. അപ്പം അവര് ആ കണ്ണനെ പ്രേമപൂർവം അട്ടഹസിച്ചുകൊണ്ടും പിന്നെയോ തുർപ്പിച്ചു നോക്കുക. കടാക്ഷ വീക്ഷണങ്ങളും ഒക്കെ ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ട് ഭാഗവും നോക്കാതെ, ഇടം വലം നോക്കാതെ ഭഗവാന്റെ നേരെ ഇങ്ങനെ വെള്ളം തെറിപ്പിക്കാന്ന് പറയും. നമ്മളൊക്കെ ഈ കുളത്തിൽ കുളിച്ചിട്ടുള്ളവർക്കറിയാം. ഇന്നിപ്പം ഈ കുളിമുറി കുളിച്ചിട്ടുള്ളവർക്ക് അറിയാവോന്ന് അറിയില്ല. ഞങ്ങളൊക്കെ പണ്ട് കുളത്തിലൊക്കെ കുളിക്കുമ്പോ ഇങ്ങനെ പരസ്പരം തെറ്റിക്കും ഇങ്ങനെ കൈകൊണ്ട്. ഇന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ആ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ട് കടാക്ഷ വീക്ഷണങ്ങളോടുകൂടി ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാ പറയാ. അങ്ങനെ നനച്ച് ഇപ്പോഴോ ഈ സമയത്തൊക്കെ എങ്ങനെയാണ്? രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീല. ആ സമയം മുഴുവൻ ദേവന്മാര് വിമാന വൈമാനികൈ കുസുമവർഷഭിരീഡ്യമാന. ഇതൊക്കെ കണ്ടോണ്ട് ആരാ നിൽക്കുന്നത്? ഇതൊക്കെ കണ്ടോണ്ട് ദേവന്മാരവിടെ നിൽക്കുന്നു. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഞങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ലല്ലോ, ഗുരുവായൂരപ്പന്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നില്ലല്ലോ. അവരെന്ത് ചെയ്തു? അവരെ കൊണ്ട് ചെയ്യാവുന്നത് വേറൊന്നുമല്ല. അവർക്ക് അല്ലെ കുസുമവരുഷം, അവര് കുസുമവരുഷഭിരിഡ്യമാനോ അല്ലെ, വിമാനസ്ഥരായിട്ടുള്ള ദേവാദികളൊക്കെ ആ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് അവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് സ്തുതിച്ചു എന്നാണ്. ഇഡ്യമാനോ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. അപ്പം പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ആ ഭഗവാനെ അവിടുന്ന് ഗംഭീരമായിട്ട് അവിടുന്ന് സ്തുതിച്ചു എന്ന് പറയാണ്. ഇപ്പം രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു. രാസക്രീഡയുടെ. ഇനി ഒരു ദിവസം മാറ്റിയാലോ? സമയമുണ്ടോ? കുഴപ്പമില്ല അല്ലെ, ഇന്ന് തീർക്കണം നമുക്ക്. ഇനി നമുക്ക് വനക്രീഡയിലേക്ക് പോവുകയാണ്. തതശ്ച കൃഷ്ണോപവനേ ജലസ്ഥല പ്രസൂന ഗന്ധാനില ജുഷ്ടദിക്തടേ ചചാരഭൃംഗ പ്രമദാഗണാവൃതോ യഥാ മദച്ചു ദ്വിരദഃകരേണുഭീ. തതശ്ച കൃഷ്ണോപവനേ ജലസ്ഥല. എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹം ഇപ്രകാരം ആ ഭഗവാൻ തൻ്റെ ഈ ചോദ്യങ്ങള് അവിടെ ചോദിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോ വനക്രീഡ. അപ്പം ഈ ജലക്രീഡയ്ക്ക് ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? നേരെ
ആ വണ്ടുകളാലും അതുപോലെ തന്നെ ഗോപികമാര് ഒക്കെ അവരോടൊക്കെ കൂടി നേരെ ആ യമുനയിൽ നിന്നൊക്കെ കരയിലേക്ക് കയറി നേരെ കാട്ടിലേക്ക് പോവുകയാണ്. ആ യമുനയുടെ അടുത്തുള്ള ആ വനപ്രദേശത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാണ്. അവിടെ ചെന്നിട്ട് പറയാണ്, പ്രസൂനഗന്ധാനില ജുഷ്ടദിക്തടേ ചചാരഭൃംഗ പ്രമദാഗുണാവൃതോ യഥാ മര്യൂച്ചു വിരദ കരേണുഭീ. അതായത് എങ്ങനെയാണോ ഒരു കൊമ്പനാന മദജലം പൊട്ടി ഒലിച്ചുകൊണ്ട് പോകുമ്പോൾ കാണുന്നതായിട്ടുള്ള ഓരോ എന്താണ് പെടച്ചിലുകള്, അങ്ങനെയുള്ള ഈ മദജലം കുടിക്കുവാൻ വേണ്ടി വണ്ടുകൾ വന്ന് മസ്തകത്തിൽ വന്ന് അങ്ങോട്ട് കൂടും. അങ്ങനെ ഈ മദജലം ഒലിക്കുന്നതായിട്ടുള്ള ഒരു കൊമ്പനാന ആ വണ്ടുകളോട് കൂടി, അതുപോലെ തന്നെയോ കൂടാതെ കുറച്ച് പിടിയാനകളുമുണ്ട് അല്ലെ, ഗോപികമാരായിട്ടുള്ള ആ പിടിയാനകളോടും കൂടി നേരെ കാട്ടിലേക്ക് കേറുന്ന മാതിരിയായിരുന്നു ആ ഭഗവാൻ വനക്രീഡയ്ക്ക് തയ്യാറായത്. അവിടെ ചെന്നോ, അവിടെ ഇപ്പൊ ഏതാണ് സമയം? നല്ല രാത്രിയാണ് അവിടെ അല്ലെ. ബ്രഹ്മരാത്രവും ഉപാവൃത്തേ എന്ന് പറയാം. കുറച്ച് നാളത്തേക്ക് ഇപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അത്രേ ആരും അറിയുന്നില്ല, ഗോപികമാരൊന്നും പകലില്ല ഇപ്പം. ആ നിലാവുള്ള ശരത്കാല സന്ധ്യ മാത്രം, സന്ധ്യയല്ല, ആ എന്താണ് ആ ശരത്കാല രാത്രി എന്ന് പറഞ്ഞാൽ നല്ല നിലാവുള്ള രാത്രി, എങ്ങനെയല്ലേ പറയണ്ടേ, ചന്ദ്രപ്രകാശം പടർന്നതായിട്ടുള്ള എല്ലാ ശരത്കാല രാത്രികളിലും അല്ലെ ഉണ്ടാകുന്നതായിട്ടുള്ള ആ സത്യസങ്കല്പനും തന്നിൽ അനുരക്തകളുമായിട്ടുള്ള ആ സ്ത്രീകളോട് കൂടിയവനുമായിട്ടുള്ള ഭഗവാൻ. നോക്കൂ, അവിടെ പറയുന്നു എന്താണ്, ചചാരഭൃംഗ പ്രമദാഗണാവൃതോ യഥാ മദച്ചുൽ വിരദ കരേണുഭിൽ. അപ്പം അവിടെ പറയാണ്, ആ ജലസ്ഥല പ്രസൂന ഗന്ധാനില ജുഷ്ടദിക്തടേ, ജലത്തിലും കരയിലും ഉള്ള ആ പൂക്കളുടെ മണം ചേർന്നതായിട്ടുള്ള കാറ്റ് വീശുന്നു ആ വനത്തില്. അപ്പം ആ തടാകത്തിൽ നിന്നുള്ള എന്താണ് എല്ലാവിധത്തിലുള്ള സുഗന്ധങ്ങളും പരത്തിക്കൊണ്ട് വരുന്നതായിട്ടുള്ള ആ കാറ്റ് വീശപ്പെട്ടതായിട്ടുള്ള ആ യമുനയുടെ ഉപവനത്തില് അവര് പരസ്പരം നടന്നു. എന്നിട്ട് അവിടെ പറയുന്നു, അവിടെ ഏവം ശശങ്കാംശു വിരാജിത നിശാഹ സസത്യകാമോ നരതാബലാഗണ സിഷേവ ആത്മന്യവരുദ്ധ സൗരത സർവാശരൽ കാവ്യകഥാരസാശ്രയാഹ. എന്നിട്ട് എന്താ അവിടെ പറയുന്നത്? ഇങ്ങനെ ഇപ്രകാരം ഈ സത്യകാമോനരതാബലാഗണ, സത്യസങ്കല്പനായിട്ടുള്ള, പിന്നെ അനുരത അബലാഗണ എന്ന് പറഞ്ഞാലോ, അനുരത എന്ന് പറഞ്ഞാൽ എന്താണ്? അനുരാഗം, അനുരാഗത്തോടുകൂടി രമിക്കുന്നതായിട്ടുള്ള അബലകള്. ആരാണ്? സ്ത്രീകള് അല്ലെ, ഗോപികമാര്. ആ ഗോപികമാരോട് കൂടിയവനുമായിട്ടുള്ള കൃഷ്ണൻ ശശാങ്ക അംശു വിരാജിത നിശ, ഇങ്ങനെ ആ നിലാവുള്ള ശരത്കാല രാത്രികളില് ശോഭിക്കുന്നതിനായിക്കൊണ്ട് അവിടെ ആ ശ്രീകൃഷ്ണൻ. എന്നിട്ട് പറയുന്നത് എന്താണ് അവിടെ? കാവ്യകഥാ രസാശ്രയാഹ, കാവ്യങ്ങളിലൊക്കെ പ്രതിപാദിക്കപ്പെടുന്നതായിട്ടുള്ള ശൃംഗാരരസം. നമ്മൾ പറഞ്ഞു, ശൃംഗാരത്തിന്റെ മഹത്വമൊക്കെ നമ്മൾ ആദ്യം നവരസങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശൃംഗാരത്തെക്കുറിച്ച് പറഞ്ഞു. ആ ശൃംഗാരത്തെ മുഴുവൻ, അതിൻ്റെ ആ കാവ്യകൽപ്പനകൾ എങ്ങനെയാണോ ഒരു ശൃംഗാരം ഒരു കാമുകന്മാർക്ക് അത് പതിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ആ കണ്ണൻ ദാ ഗോപികമാരോടുകൂടി അവിടെ. എന്നിട്ട് സർവാശരകാവ്യകഥാരസാശ്രയ ആത്മന്യവരുദ്ധ സൗരതാഹ. എന്നിട്ട് അവിടെ പറയുന്നു, അവിടെ ശൃംഗാരരസത്തിന് ആശ്രയഭൂതമായിട്ടുള്ള വിധത്തില് എന്തൊക്കെ വികാരങ്ങളാണോ ഒരു ശരീരത്തിൽ വന്നു ചേരുന്നത്, അതെല്ലാത്തിനെയും ആത്മാരാമനായിട്ടുള്ള, ഇതൊന്നും ബാധിക്കാത്തതായിട്ടുള്ള കണ്ണൻ അതിനെ സ്വീകരിച്ചുകൊണ്ട് ലീല ആടി. അതൊക്കെ ഒതുക്കി വെച്ചതായിട്ടുള്ള രേതസ്സോട് കൂടിയവനായിക്കൊണ്ട് ഭഗവാൻ അവിടെ ആ ഗോപികമാരോട് അവിടെ ശൃംഗാര ചേഷ്ടകൾ ആടി എന്ന് പറയാണ്. അപ്പം യഥാർത്ഥത്തില് ഇവിടെ പറയുന്നു, ഈ
കൃഷ്ണപക്ഷത്തിലെ വണ്ടുകൾ വന്നത് യഥാർത്ഥത്തില് വനമാലകൾ അല്ല, ആ പൂമാലകൾ കൊണ്ടാണ് അവിടെ പോയത്. അപ്പൊ വനമാലകളിലെ വണ്ടുകളാണ് യഥാർത്ഥത്തിൽ എപ്പോഴും ഭഗവാന്റെ കൂടെ ഇങ്ങനെ ആ തേൻ നുകരുവാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പൊ ഭഗവാന്റെ മാലയുടെ ഗന്ധം ശരിക്ക് ഏത് ജലക്രീഡ ചെയ്താലും മാറുന്നില്ല എന്ന് പറയാണ്. അതാണ് ആരാ വണ്ടുകൾ എന്ന് പറയുന്നത്? ഭക്തന്മാരാണ് വണ്ടുകൾ, അല്ലെ? ഭഗവാൻ ജലക്രീഡ ചെയ്തു കഴിഞ്ഞാല് ഭഗവാന്റെ വനമാല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൂടെ എപ്പോഴും ഈ ഭക്തന്മാരാകുന്ന വണ്ടുകൾ എപ്പോഴും ഉണ്ടാകും. അതിനി വെള്ളത്തിൽ ചെന്ന് വീണാലും അതിനൊരു ഇത് ക്ഷയിക്കലും ഉണ്ടാകുന്നില്ല എന്ന് വ്യംഗ്യം അവിടെ പറയാണ്. പിന്നെ ഈ ഗജത്തോട് ഉപമിക്കാൻ കാരണം എന്താണ്? ശരിക്ക് മതജലത്തിലുള്ള വശ്യതയാണ് യഥാർത്ഥത്തിൽ, അല്ലെ? ആ വണ്ടുകൾക്ക് ആനയുടെ മലഗന്ധം അല്ലെങ്കിൽ എന്താ ഈ മതജല ഗന്ധം അത് ഭയങ്കര ആകർഷണമാണെന്നാ പറയാ. എന്ന് പറഞ്ഞ പോലെയാണ് ഭക്തന്മാരാകുന്ന വണ്ടുകള് ആ ഭഗവാന്റെ ഭാവത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു അനുഭൂതി അവർക്ക് അത്ര കണ്ട് ആകർഷണമാണ്. ശുദ്ധമായിട്ടുള്ളൊരു ഭാവം ആ ഭക്തന്മാർക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ആ സ്ഥലക്രീഡകള് കഴിഞ്ഞ് ജലക്രീഡ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പരീക്ഷിത്ത് ഇപ്പോഴാണ് പരീക്ഷത്തിന് ഒന്ന് സംസാരിക്കാൻ ഒരു സമയം കിട്ടിയത്, അല്ലെ? രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വര സകഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രദീപമാചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം ആപ്തകാമോ യതുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായ ഏതം ന സംശയം ചിന്തി സുവ്രത. എന്തായി സംസാരിക്കാൻ കിട്ടിയപ്പം അത് അപകടമാകുകയും ചെയ്തു എന്നുള്ളതാണ്. പരീക്ഷിത്ത് ഇത്രയും നേരം മിണ്ടാതെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴാണ് പരീക്ഷത്തിന്റെ ഉള്ളില് നമ്മളെ പോലെയൊക്കെയുള്ള ഒരു അല്ലെ സംശയം. അയ്യയ്യയ്യയ്യോ, ഭഗവാൻ ഇങ്ങനെ അല്ലെ അതിരുകള് സപ്തമര്യാദകളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്ത് കഷ്ടാണ്. സംസ്ഥാപനായ ധർമ്മസ്യ, ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഗുരുനാഥ ശ്രീ ശിവബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുക, സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേ തരസ്യജ അവതീർണോഹി ഭഗവാൻ അംശേന ജഗദീശ്വര, അല്ലെ? ഈ ജഗദീശ്വരനായിട്ടുള്ള ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്? സംസ്ഥാപനായ ധർമ്മസ്യ, ധർമ്മം സംസ്ഥാപനം ചെയ്യുവാൻ വേണ്ടിയിട്ടല്ലേ? ഈ ലോകങ്ങൾക്കെല്ലാം ഈശ്വരനായിട്ടുള്ള സാക്ഷാൽ ആരാണ്? മഹാവിഷ്ണുവാണ് ശരിക്ക്. അതാണ് ഭഗവാൻ അംശേന ജഗദീശ്വര എന്ന് പറയുന്നത്. ആ മഹാവിഷ്ണുവിന്റെ അംശമായിക്കൊണ്ട് കൃഷ്ണനായിക്കൊണ്ട് തൻ്റെ അംശങ്ങളോടുകൂടി അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ ഈ അധർമ്മത്തെയൊക്കെ ധ്വംസനം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലേ? എന്നിട്ട് ഇങ്ങനെ ഈ ധർമ്മത്തിന്റെ അതിർവരമ്പുകളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്താണ് അതിനെയൊക്കെ അനുഷ്ഠിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ അനുഷ്ഠിപ്പിക്കേണ്ട ആളാണ്, സംരക്ഷിക്കേണ്ട ആളാണ് ഭഗവാൻ. അപ്പം അതൊക്കെ എന്താകാതെ അന്യർ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും കൂടിയാണ് ഭഗവാൻ ഇവിടെ ഓരോ രീതിയിൽ അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ ബാധ്യതപ്പെട്ടതായിട്ടുള്ള അദ്ദേഹം ചെയ്തത് എന്താ ഹേ ഗുരുനാഥ? സകഥം ധർമ്മസേതൂനാം വക്രാകർത്താഭിരക്ഷിത പ്രതീപമാചരൽ ബ്രഹ്മൻ പരദാരാഭിമർശനം. ഇങ്ങനെ ആ പല സ്ത്രീകളോടുകൂടിക്കൊണ്ട് അവരുടെ സംസർഗമാകുന്ന അധർമ്മം ആചരിച്ചത് കഷ്ടായില്ലേ ഗുരുനാഥ? ഇത് ചെയ്യാവുന്നതാണോ? ഈ ഒരു പല സ്ത്രീകളെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അല്ലെ തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരതാരങ്ങളെയൊക്കെ സ്വീകരിക്കുക എന്നത് ഇത് ശരിയായോ ഈ ഭഗവാൻ ചെയ്തത്? ആപ്തകാമോ യതുപതി കൃതവാൻ വൈ ജുഗുപ്സിതം. എന്നിട്ട് അവിടെ പറയാണ് ഈ യാദവ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലെങ്കിൽ ഈ യാദവ ശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം ആരാണ് യഥാർത്ഥത്തിൽ? ആപ്തകാമോ യതുപതി. ആപ്തകാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണകാമനാണ്. ഇനി അദ്ദേഹത്തിന് സാധിക്കുക അദ്ദേഹം ആരാണ് യഥാർത്ഥത്തിൽ? അല്ലെ? സ്വയം പ്രകാശിക്കുന്നയാള് ഭഗവാന് ഈ പറഞ്ഞതായിട്ടുള്ള പരതാരാഭിമർശനം വല്ലതും വേണോ? ഈ ആപ്തകാമൻ പൂർണ്ണകാമനായിട്ടുള്ള എല്ലാ കാമത്തെയും ജയിച്ചയാളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ
പൂർണ്ണകാമനായിട്ടുള്ള ഭഗവാൻ, ഒന്നും നേടാനില്ല ഇനി ഭഗവാന്, അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ജുഗുപ്സിതം നിന്ദ്യമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിക്ക് പ്രേരകമായതെന്ന് കിമഭിപ്രായ ഏതെന്ന സംശയം ചിന്തി സൂവ്ര. ഇത്രയും നേരം മിണ്ടാതെ ഇരുന്ന ആളായി പരീക്ഷിച്ചത്. വല്ല കാര്യമുണ്ടോന്ന് ആലോചിച്ച് നോക്കുകയാണെ. അതാണ് നമ്മളെ പോലെയൊക്കെ കുരുട്ട് ബുദ്ധിയാണ് അവിടെ, അല്ലേ? അതുകൊണ്ട് ഹേ ഗുരുനാഥ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം വന്ന് കിടപ്പുണ്ട്. അപ്പം ഈ പ്രവർത്തിക്ക് പ്രേരകമായത് ഇത് ശരിയായോ? അടിയങ്ങൾക്ക് അത് വേണ്ട രീതിയിലൊന്ന് ഉപദേശിച്ചു തരണം എന്ന് പരീക്ഷിത്ത് ഇതാ ആ ശ്രീ ശിവബ്രഹ്മർഷിയോട് ചോദിക്കുന്നു. നമുക്കും ഇതൊന്ന് നാളത്തേക്ക് വെച്ചാലോ? സമയം വല്ലാണ്ട് പോകുന്നു, അല്ലേ? അപ്പൊ നമുക്ക് നാളെ ആ ശ്രീ ശിവബ്രഹ്മർഷി എന്താണ് പകരം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കാം, അല്ലേ? എന്തായാലും ഇത്രയും നേരവും എന്താണ് ആസ്വദിച്ച് കേട്ട പരീക്ഷത്തിന് പോലും സംശയമായി. പിന്നെ ഇന്നും, അല്ലെ, ഇന്നും വലിയൊരു പരിഭവക്കാരനാ ശരിക്കും ഭഗവാൻ. ഈ രാസലീലയുടെ പേരിൽ എന്ത് എന്ത് ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുക ആൾക്കാര്. എന്നാലും അല്ലെ, ഈ ആൾക്കാർക്ക് ഈ എന്നാലും എന്നുള്ളൊരു വാക്ക്, അതാണ് ഇന്ന്. ഇനിയിപ്പം നമുക്ക് നാളെ അതിനൊരു സംശയം എന്താന്നുള്ളത് നമുക്ക് ശ്രീ ശിവബ്രഹ്മർഷിയോട് ചോദിക്കാം. നമുക്ക് നാളെ അത് ആസ്വദിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.